തിരുമനസിന് മുമ്പാകെ പരാതി ബോധിപ്പിക്കാനുള്ളവർക്ക് കടന്നു വരാം. എന്താണ് നിങ്ങൾക്ക് നമ്മളെ ബോധ്യപ്പെടുത്താനുള്ളത്? ദൈവമാണ് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. ഞങ്ങളുടെ സർവശക്തനായ ദൈവത്തിന് യാഗം കഴിക്കണത്രേ ഇസ്രായേൽ ജനങ്ങളെ മിസ്രയീമിൽ നിന്നും വിട്ടയക്കണം. ദൈവമോ? ആരാണ് ഈ ദൈവം? എനിക്കവനെ അറിയില്ല. ദൈവം എബ്രായക്കാരെ ഞാൻ ഇവിടുന്ന് വിട്ടയക്കില്ല. ഞങ്ങളുടെ ജനങ്ങളെ പോകാൻ അനുവദിക്കണം. അവരുടെ സങ്കടം യഹോവയുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. മോശേ, നീ പറയുന്നത് ഈ എബ്രായക്കാരെ മുഴുവനും ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കണമെന്നാണോ? അതും ഞാൻ ഇന്നലെ വരെ കാണാത്തൊരു ദൈവത്തിന്റെ പേര്. മോശേ, നിന്നെ ഓർത്ത് എനിക്ക് കഷ്ടം തോന്നുന്നു. സകലത്തിന്റെയും ഉടയവനായ യഹോവയെ പറ്റി അറിവില്ലാത്തത് അങ്ങയുടെ ബുദ്ധിമോശം. മോശേ, വാക്കുകൾ പ്രയോഗിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഞങ്ങളുടെ ജീവനുള്ള ദൈവത്തെ പറ്റി പരാമർശിക്കുന്നതും സൂക്ഷിച്ചാവുന്നതും നമ്മൾ. നീ ഒരു ഈജിപ്തുകാരനെ കൊന്നിട്ട് ഇവിടെ നിന്ന് ഓടിപ്പോയി വീണ്ടും നിന്റെ മുന്നിലെത്തി എന്തൊക്കെയോ വിളമ്പുന്നു. ഫറവോ ഫറവോ മാത്രമാണ് ശക്തനായ രാജാവ്. എല്ലാത്തിനും മേലെയുള്ള ഒരേ ഒരു രാജാവ് ഫറവോ. സർവശക്തനായ ഞങ്ങളുടെ ദൈവത്തെ ആരാധിച്ച് യാഗം കഴിച്ചില്ലെങ്കിൽ അടിയങ്ങൾക്ക് വലിയ ആപത്തുണ്ടാകും തിരുമനസ്സേ. അവൻ ദൈവമാണെങ്കിൽ ആ ദൈവമാണ് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചതെങ്കിൽ തെളിയിക്കാൻ അടയാളം കാണിക്കേ. മോശേ, ദൈവം നിന്നോട് പറഞ്ഞിട്ടുള്ള അടയാളം മടിച്ചു നിൽക്കാതെ നീ കാണിക്കും. എനിക്കിത് നിസ്സാരം. ഇയാൾ പറയുന്നത് ഞാൻ കേട്ടു. ഇയാൾ ദൈവം അയച്ച ആളാണെന്ന്, അത് കള്ളമാണെന്ന് ഞാനിപ്പോ തെളിയിച്ചു. നമ്മുടെ രണ്ട് പാമ്പിനെയും ഇയാളുടെ പാമ്പ് വിഴുങ്ങി നമ്മൾ പരാജയപ്പെട്ടു. തിരുമനസ്, നിങ്ങൾ എന്തൊക്കെ മറിമായം കാണിച്ചാലും എബ്രായക്കാരെ ഈ നാട്ടിൽ നിന്നും ഞാൻ വിട്ടയക്കില്ല. എന്റെ മുമ്പിൽ ഇനി ഇത്തരം പരാതിയുമായി വന്നു പോകരുത്. പോകാൻ നിങ്ങൾക്ക്. മന്ത്രി, തിരുമനസെ ഉണർത്തിച്ചാലും മേലാൽ ഇഷ്ടിക ചുടാൻ എബ്രായക്കാർക്ക് വൈക്കോൽ കൊടുക്കരുത്. ഉത്തരവ് പോലെ തിരുമനസെ വൈക്കോൽ സ്വന്തമായി അവർ തന്നെ ശേഖരിച്ച് ഇഷ്ടിക ചുടട്ടെ. എന്ന് മാത്രമല്ല, എന്നും ചുടുന്ന ഇഷ്ടികയുടെ എണ്ണം ഒട്ടും കുറയാനും പാടില്ല. അങ്ങനെ അവരെ ദ്രോഹിച്ച് കൂടുതൽ പണിയെടുപ്പിക്കണം. ഉത്തരവ് പടയാളികളെ അറിയിക്കൂ. നമ്മൾ തന്നെ വൈക്കോൽ ശേഖരിക്കണമെന്ന്
ഉണ്ടാക്കിയവരല്ലേ? അയ്യോ, നിങ്ങൾ രാജാവിനെ എതിർത്ത ദേശത്തിന് ഞങ്ങളെ കൊന്നൊടുക്കാൻ അവർ മടിക്കില്ല, അറിയാമോ? ഇതിന്റെ കാരണം ഇരട്ടി ജോലിഭാരമായി. ഞങ്ങളുടെ ഇടയിലേക്ക് ഇനി വന്നേക്കരുത്. വാ, പോയി വൈക്കോൽ ശേഖരിക്കാം. അല്ലെങ്കിൽ ഇനിയും കിട്ടും തുറന്നൊളിയുന്ന ചാട്ടവാറടി. സർവചരാചരങ്ങളുടെയും ഉടയവനായ ദൈവമേ, ഞാൻ ചെയ്യുന്നതെല്ലാം പരസ്പരമായി പോവുകയാണല്ലോ. ഫറവോ അവൻ അഹങ്കാരം കൊണ്ട് അന്ധനായിരിക്കുകയാണ്. എന്റെ അത്ഭുതങ്ങൾ അവന്റെ കൺമുമ്പിൽ കാണും. അവൻ നിന്റെ മുന്നിൽ തലവണങ്ങും. അവനെയും അവന്റെ ജനങ്ങളെയും രക്ഷിക്കാൻ അവൻ നിന്നോട് അപേക്ഷിക്കും. ക്ഷമയോടെ നീ പ്രവർത്തിക്കുക. നമ്മുടെ രാജ്യത്തിന്റെ മഹോത്സവം ഈ നദീതീരത്ത് വെച്ച് ആരംഭിക്കുകയാണ്. ഫറവോ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളി മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നു. ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന മഹോത്സവം ഇതാ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. നമ്മുടെ പ്രജകൾക്കെല്ലാം ആഹ്ലാദിക്കാം, ആനന്ദിക്കാം, ആഘോഷിക്കാം. നിങ്ങൾക്കിവിടെ എന്താ കാര്യം? ഞങ്ങൾക്ക് മഹാരാജാവിനോട് സംസാരിക്കണം. മഹാരാജാവ് തിരുമനസിന് താല്പര്യമില്ലെന്ന് പറഞ്ഞതല്ലേ? ഓ, ഇന്ന് എന്ത് മായാജാലം കാഴ്ചവെക്കാനാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്? തിരുമനസേ, പടയാളികളോട് പറഞ്ഞ് ഇവരെ ചാട്ടവാർന്ന് അടിച്ചോടിക്കട്ടെ. വേണ്ട, മഹോത്സവ ദിനമായതുകൊണ്ട് അത് വേണ്ട. അവർക്ക് പറയാനുള്ളതിന് തൽക്കാലം നാം ചെവി കൊടുക്കാം. ഞങ്ങൾ ചോദിച്ച കാര്യം ആവർത്തിക്കുന്നു. ഞങ്ങളുടെ ജനങ്ങളെ വിട്ടയക്കണം. മന്ത്രി, ഇവർക്ക് സുബോധം നഷ്ടപ്പെട്ടു. ഒരിക്കൽ പറഞ്ഞാൽ ഇവർക്ക് എന്താ മനസ്സിലാവാത്തത്? മനസ്സിലായില്ലെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെ ജനത്തെ ഞാൻ വിട്ടയക്കില്ല. എങ്കിൽ അതിനുള്ള ദൈവശിക്ഷ നിങ്ങൾ അനുഭവിക്കും. ഇന്നു മുതൽ ദൈവത്തിന്റെ കഠിനമായ ശിക്ഷകൾ നിങ്ങൾ ഏറ്റുവാങ്ങാൻ പോവുകയാണ്. എന്റെ യഹോവേ, ഈജിപ്തിലെ ജലാശയങ്ങൾ മാത്രമല്ല, സംഭരിച്ചു വെച്ച പാത്രങ്ങളിലെ വെള്ളം വരെ രക്തമായി തീർന്നു. മനുഷ്യനും ജന്തുക്കൾക്കും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാതെയായി. ഇങ്ങനെ 7 ദിവസം കടന്നുപോയി. അയ്യോ അയ്യോ, എന്റെ ചെവിക്കുള്ളിൽ വീഴ്ചയിലാകെ. അയ്യോ, എന്റെ കണ്ണ്, അയ്യോ, എന്റെ കണ്ണിനുള്ളിൽ ഈച്ച കയറി. എന്തൊരു വീട്ട്, വയ്യ, വയ്യ. ഓ, വീട്ടിലെ ഭക്ഷണത്തിലെല്ലാം ഈച്ച പൊതിഞ്ഞിരിക്കുകയാണ്. ആഹാരം പോലും കഴിക്കാൻ പറ്റുന്നില്ല. ഓ, എന്തൊരു ശല്യം. ഓ, ഓ, ഈച്ച. ഓ, എന്തിനാണ് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരാൻ ദൂതനെ അയച്ചത്? മോശേ, ഈച്ചകൾ എന്തൊരു ശല്യമാണ്. നിങ്ങളുടെ ആ ദൈവത്തോട് പറഞ്ഞ് ഇവയെ ഒന്ന് നീക്കിത്തരൂ. നിങ്ങളുടെ ദൈവത്തെ മനസ്സിലാക്കാനും എബ്രായക്കാരെ ജോലി ലഘൂകരിക്കാനും നാം വഴിയൊരുക്കാം. ശരി, ഈ ബാധ ദൈവത്തോട്
ലാഞ്ചിച്ച് ഒഴിവാക്കി തരാം. പക്ഷേ അങ്ങും വാക്ക് പാലിക്കണം. തീർച്ചയായും. വേഗം വേഗം. തിരുമനസൈ, ഈ ഈച്ചയുടെ ശല്യം മാറിയാൽ അവനെ വിട്ടയക്കുക. ഫറവോ അവരെ സഹായിക്കാനോ? നല്ല കഥ. മഹാരാജാവേ, ഓ, നിങ്ങൾ എന്താണ് ആഗമനോദ്ദേശം? വളരെ പദവിയാണെങ്കിൽ പാടണമെന്നില്ല. ഈച്ചയുടെ ബാധയിൽ നിന്ന് യഹോവയായ ദൈവം നിങ്ങളെ രക്ഷിച്ചു. പക്ഷെ നിങ്ങൾ വാക്ക് പാലിച്ചില്ല. വാക്ക് അത് പറയാനുള്ളതാണ്, പാലിക്കാനുള്ളതല്ല. മഠയന്മാരെ ഭരണാധികാരികൾ പല വാഗ്ദാനങ്ങളും നൽകും, പക്ഷേ അത് നടപ്പിലാക്കില്ല. നീ മെനയുന്ന ഒരു തന്ത്രവും കണ്ട് ഞാൻ ഈ ജനത്തെ പോകാൻ അനുവദിക്കില്ല. ഈ ജനത്തെ വിട്ടയക്കണമെന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. പിന്നെ ആരാണ് ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യുക? നിന്റെ ദൈവം ഒന്ന് ചെയ്യുമോ? മഹാരാജൻ പരിഹാസം മതിരി കടക്കുന്നു. അതാണ് ഫറവോയുടെ പ്രത്യേകത. പരിഹസിക്കുക, നിന്ദിക്കുക, അതിൽ ആനന്ദം അനുഭവിക്കുക. മോശേ, നിനക്ക് ഇവിടുത്തെ രീതികളെല്ലാം നന്നായി അറിയാവുന്നതല്ലേ? അടിമകൾ എന്നും അടിമകൾ തന്നെയാണ്. അവർക്ക് മോചനം അസാധ്യം. യഹോവയായ ദൈവം അരുൾ ചെയ്യുന്നു, ഇനിയും നീ അവരെ വിട്ടയക്കാൻ മുതിരുന്നില്ലെങ്കിൽ ഇവിടെ അതികഠിനമായ കൽമഴ പെയ്യാൻ പോകും. കൽമഴ, കൽമഴ. അത് തലയിൽ വീണാൽ തല തകരില്ലേ? കല്ലുമഴ, കല്ലുമഴ. നല്ല രസമുണ്ട് കേൾക്കാൻ. അനുവാദമില്ലാതെ കടന്നു വന്നതിന് ശിക്ഷ വേണമെങ്കിൽ ഇറങ്ങിപ്പോ. കൽമഴ പോലും, കൽമഴ. കൽമഴയിൽ നിന്നും മോചനം നൽകിയതുകൊണ്ട് 3 ദിവസത്തേക്കുള്ള ഇസ്രായേൽ ജനങ്ങളുടെ യാത്രയ്ക്ക് നാം അനുമതി തന്നിരിക്കുന്നു. എന്നാൽ ആടുമാടുകളെ ഒന്നും കൂടെ കൊണ്ടുപോകാൻ പാടില്ല. യാഗം കഴിക്കാൻ അവ അത്യാവശ്യമാണ്. ആടുമാടുകൾ ഇല്ലാതെ പോകാൻ എന്നെ തയ്യാറല്ല. എന്റെ കൽപ്പന നിരസിക്കുന്നു. ഇനിയും എന്റെ മുന്നിൽ വന്നു പോകരുത്. നേതാവ് എന്റെ കൽപ്പന ലംഘിച്ചാൽ നിങ്ങൾ മരിക്കും. കടന്നു പോകൂ. ഞങ്ങൾ താഴ്ന്നു വീണു വീണ്ടും വീണ്ടും അപേക്ഷിച്ചു. അങ്ങനെ നിന്ദിച്ചു, നിഷേധിച്ചു. ദൈവം ഇതുവരെ നിങ്ങളോട് കരുണ കാണിക്കുകയായിരുന്നു. ഇനിയുമില്ല. ഇതൊരു അവസാനമാണ്. ദൈവം, ദൈവം, ദൈവം. നിങ്ങളുടെ ദൈവത്തിന്റെ പേര് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്താൻ നോക്കുന്നു. ഫറവോന്റെ ധൈര്യം നിങ്ങൾക്കറിയില്ല. എന്നോളം ദാസ്യമുള്ളവൻ ഈ പ്രപഞ്ചത്തിലില്ല. അറിയാമോ? എന്നോടാണോ നിങ്ങളുടെ ഭയപ്പെടുത്തൽ? മഹാരാജാവേ, ഈ ചിരിയും പരിഹാസവും നിങ്ങൾക്ക് നേരെയല്ല, സർവശക്തനായ യഹോവയ്ക്ക് നേരെയാണെന്ന് അങ്ങ് തിരിച്ചറിയാൻ പോവുകയാണ്. അങ്ങേക്ക് പശ്ചാത്തപിക്കാനുള്ള അവസരം എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. അർദ്ധരാത്രി വരികയാണ്. ആ രാത്രി മരണത്തിന്റെ മാലാക മിസ്രയീമിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിറക് വിരിച്ച് പറക്കും. മിസ്രയീമിൽ എല്ലാ ഭവനങ്ങളിൽ നിന്നുള്ള ആദിജാതന്മാരെ മുഴുവൻ മരണത്തിന്റെ മാലാക അടിച്ചു വീഴ്ത്തും. ഞങ്ങൾ ഇസ്രായേലിയർ ഇവിടെ നിന്നും യാത്ര തിരിക്കും. ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര. ദൈവജനമേ,
ഈ രാത്രി കൊണ്ട് അവസാനിക്കുകയാണ്. യഹോവയായ ദൈവം ഇന്നൊരു സംഹാരദൂതനെ അയക്കും. ദൈവജനത്തെ പീഡിപ്പിക്കുന്ന മിസ്രയീമ്യരുടെ ആദ്യജാതന്മാരെ അവൻ കൊന്നുകളയും. നിങ്ങൾ വീടിന്റെ വാതിൽപ്പടിയിൽ കുഞ്ഞാടിന്റെ രക്തം പുരട്ടി അടയാളമിടണം. ആരും വീട് വിട്ട് പുറത്തിറങ്ങരുത്. അടയാളമുള്ള വീടുകളെ സംഹാരദൂതൻ ഒഴിഞ്ഞു പോകും. ഈ കഷ്ടതയുടെ നാളുകൾ മറക്കാതിരിക്കാൻ ഇന്ന് രാത്രി എല്ലാവരും പെസഹ ആചരിക്കണം.